അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ നമുക്ക് അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോവാം. വർക്കിംഗ് വിത്ത് ദി ടെക്സ്റ്റുമായി കൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് വർക്ക് ചെയ്യാം. ആൻസർ ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. താഴെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. ഒന്നാമത്തേത്, വൈ ഡിഡ് ടാറോ റൺ ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദി സ്ട്രീം? ആ അരുവിയുടെ ഭാഗത്തേക്ക് ടാറോ എന്തിനാണ് ഓടിയത്? പിന്നെ നമ്മൾ നേരത്തെ ഈ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിരുന്നു, അവനിങ്ങനെ മരം വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു, അങ്ങനെ ടാറോ ആ നദിയുടെ അടുത്തേക്ക് ഓടുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തത്, ഹൗ ഡിഡ് ടാറോസ് ഫാദർ ഷോ ഹിസ് ഹാപ്പിനെസ് ആഫ്റ്റർ ഡ്രിങ്കിങ് ഫാവെ? ആ ഫാവെ എന്ന പാനീയം കുടിച്ചതിന് ശേഷം ടാറോയുടെ അച്ഛൻ എങ്ങനെയാണ് അച്ഛൻ്റെ ആ സന്തോഷം പ്രകടിപ്പിച്ചത്? തേർഡ്, വൈ ഡിഡ് വാട്ടർഫാൾ ഗിവ് ടാറോ ഫാവെ ആൻഡ് അതേഴ്സ് വാട്ടർ? എന്തുകൊണ്ടാണ് ടാറോയിന് മാത്രം ഫാവയും മറ്റു ജനങ്ങൾക്ക് സാദാ കോൾഡ് വാട്ടറും നൽകിയത്? മനസ്സിലായോ? അപ്പോൾ ടാറോ കുടിക്കുമ്പോൾ അത് ഫാവയും മറ്റു ജനങ്ങൾ കുടിക്കുമ്പോൾ അത് സാദാ കോൾഡ് വാട്ടറും. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രതിഭാസം ഉണ്ടായത്? പിന്നെ നാലാമത്തത്, വൈ ഡിഡ് വില്ലേജസ് വാണ്ട് ടു ഡ്രൗൺ ടാറോ? എന്തുകൊണ്ടാണ് ഗ്രാമവാസികൾ ടാറോയെ ആ വാട്ടർഫാളിൽ മുക്കിക്കൊല്ലാൻ തീരുമാനിച്ചത് എന്തിനായിരുന്നു? അഞ്ചാമത്തത്, വൈ ഡിഡ് എംപറർ റിവാർഡ് ടാറോ? ടാറോയിന് ആ എംപറർ, ആ രാജാവ്, ആ ജപ്പാനിലെ ആ രാജാവ് എന്തുകൊണ്ടാണ് അവാർഡ് നൽകിയത്? മനസ്സിലായോ? വൈ ഡിഡ് റിവാർഡ്, എന്തുകൊണ്ടാണ് അവാർഡ് സമ്മാനിച്ചത്? അപ്പോൾ അതിനുള്ള ഉത്തരം നമ്മൾ ആ ടെക്സ്റ്റിൽ തന്നെ എന്തായിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സിലായോ? ഇനി ബി, മാർക്ക് ദി റൈറ്റ് ഐറ്റം. ശരിയായതിന് നേരെ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് കൊടുക്കുക, അടയാളപ്പെടുത്തി കൊടുക്കുക. ടാറോ ഏൺഡ് വെരി ലിറ്റിൽ മണി ബിക്കോസ്. ടാറോ വളരെ തുച്ഛമായ പൈസ മാത്രമേ സമ്പാദിക്കാൻ കഴിയുന്നുള്ളൂ. കാരണം ഹി ഡിഡ് നോട്ട് വർക്ക് ഹാർഡ് ഇനഫ്. കൂടുതൽ മതിയായ കഠിനാധ്വാനം അവൻ ചെയ്യുന്നില്ല. രണ്ടാമത്തത്, ദി വില്ലേജസ് ഡിഡ് നോട്ട് നീഡ് വുഡ്. ഗ്രാമവാസികൾക്ക് മരം ആവശ്യമായി വരുന്നില്ല. ഇവൻ മരം വെട്ട് തൊഴിലാളിയാണല്ലോ. അപ്പോൾ അവന് ഗ്രാമവാസികൾക്ക് മരത്തിൻ്റെ ആവശ്യം ഇല്ല. തേർഡ്, ദി പ്രൈസ് ഓഫ് വുഡ് വാസ് വെരി ലോ. മരത്തിൻ്റെ പൈസ വളരെ കുറവായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ടാറോയ്ക്ക് വളരെ തുച്ഛമായ സമ്പാദ്യം ലഭിക്കാനുള്ള കാരണം, ഇതിൽ നിന്ന് ഏതാണെന്ന് സെലക്ട് ചെയ്ത് എഴുതുക. ഇനി രണ്ടാമത്തത്, ടാറോ ഡിസൈഡ് ടു ഏൺ എക്സ്ട്രാ മണി. എക്സ്ട്രാ പണം സമ്പാദിക്കാൻ തീരുമാനിച്ചു. കാരണം എന്തിനു വേണ്ടി? ടു ലിവ് എ മോർ കംഫർട്ടബിൾ ലൈഫ്. നല്ല സുഖലോലുപതയിലുള്ള ഒരു ജീവിതം നയിക്കാൻ വേണ്ടി. മനസ്സിലായോ? നല്ല ആഡംബര, നല്ല കൂടുതൽ കംഫർട്ടബിളായ ഒരു ജീവിതം നയിക്കാൻ വേണ്ടി അവൻ എന്ത് ചെയ്തു? അതിനുവേണ്ടി എക്സ്ട്രാ പണം കണ്ടെത്താൻ അവൻ തീരുമാനിച്ചു. അല്ലെങ്കിൽ ടു ബൈ ഹിസ് ഓൾഡ് ഫാദർ സം ഫാവെ. അവൻ്റെ അച്ഛനിക്ക് അല്പം
ഫാവയെ വാങ്ങാൻ വേണ്ടിയാണ് അവൻ കൂടുതൽ പണം സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നത്, തീരുമാനിച്ചത്. അല്ലെങ്കിൽ ടു റിപ്പയർ ദി ക്രാക്സ് ഇൻ ദി ഹട്ട്, ആ കുടിലിലെ പാളികൾ റിപ്പയർ ചെയ്യാൻ വേണ്ടിയാണ് അവൻ കൂടുതൽ പണം കണ്ടെത്താൻ തീരുമാനിച്ചത്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഏത് ഓപ്ഷനാണ് ശരിയായത്, അതിന് നേരെ എന്ത് ചെയ്യുക, അത് എടുത്ത് എഴുതുക. ദി നെയ്ബർ ലെഫ്റ്റ് ടാറോ ഹട്ട് ഇൻ ഹറി ബിക്കോസ്. അപ്പോൾ നമ്മൾ നേരത്തെ പാഠത്തിൽ പറഞ്ഞിരുന്നു, ഒരു അയൽവാസി ടാറോയുടെ വീട്ടിലേക്ക് വന്നു. എന്നിട്ട് അവിടെയുള്ള കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി അല്പം ഫാവയെ കുടിച്ചുകൊണ്ട് ആ നെയ്ബർ ലെഫ്റ്റ് ടാറോസ് ഹട്ട്, ടാറോയുടെ കുടിലെന്ത് ചെയ്തു, ടാറോയുടെ വീട് വിട്ടുപോയി. ഇൻ എ ഹറി, വളരെ ധൃതിയിലായിക്കൊണ്ടാണ് പോയത്. ബിക്കോസ്, കാരണം ഷീ വാസ് ഡിലൈറ്റഡ് വിത്ത് ഡ്രിങ്ക്, അങ്ങനെ ആ പാനീയം കുടിക്കലോടുകൂടി അവൾ എന്ത് ചെയ്തു, വളരെ സന്തോഷത്തിലായിരുന്നു. പിന്നെ രണ്ടാമത്തത്, ഷീ വാസ് അസ്റ്റോണിഷ്ഡ് ടു ഹിയർ ടാറോസ് സ്റ്റോറി, ടാറോയുടെ ആ കഥ കേട്ടതുകൊണ്ട് അവൾ എന്ത് ചെയ്യുന്നു, അമ്പരപ്പെട്ടു പോയിരുന്നു. മൂന്നാമത്തെ ഓപ്ഷൻ, ഷീ വാണ്ടഡ് ദി ഹോൾ വില്ലേജ് അബൌട്ട് ദി വാട്ടർഫാൾ, ആ വാട്ടർഫാളിനെ കുറിച്ചുള്ള എല്ലാ കഥകളും എല്ലാ ഗ്രാമവാസികൾക്കും എത്തിച്ചു കൊടുക്കാൻ അവൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിൽ നിന്നൊക്കെ ഓപ്ഷൻസ് സെലക്ട് ചെയ്ത്, ശരിയായ ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങൾ ഉത്തരം കണ്ടെത്തി എഴുതുക. മനസ്സിലായോ? ഒരു വട്ടം പാഠം ശ്രദ്ധിച്ച് മനസ്സിലാക്കിയവർക്ക് ഇത് വളരെ എളുപ്പമാണ്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, എന്നാൽ നമുക്ക് അടുത്ത ഭാഗങ്ങളിലേക്ക് പോകാം. വർക്കിംഗ് വിത്ത് ദി ലാംഗ്വേജ്, ഭാഷയുമായി നമുക്ക് വർക്ക് ചെയ്യാം. സ്ട്രൈക്ക് ഓഫ് ദി വേർഡ്സ് ഇൻ ദി ബോക്സ് ബിലോ ദാറ്റ് ആർ നോട്ട് സ്യൂട്ടബിൾ, യോജിക്കാത്ത വേർഡ്സിന് നേരെ എന്ത് ചെയ്യുക, തെറ്റ് രേഖപ്പെടുത്തുക, വെട്ടിമാറ്റുക. മനസ്സിലായോ? ആ യോജിക്കാത്ത വേർഡ്സുകൾ വെട്ടിമാറ്റി കൊടുക്കുക, ഉപേക്ഷിക്കുക, ഒഴിവാക്കുക. ടാറോ വാണ്ടഡ് ടു ഗിവ് ഹിസ് ഓൾഡ് പാരൻസ് എവറിത്തിങ് ദേ നീഡഡ്, അവർക്ക് ആവശ്യമായി വരുന്ന എല്ലാ കാര്യങ്ങളും മാതാപിതാക്കൾക്ക് നൽകാൻ ടാറോ ആഗ്രഹിക്കുന്നു. ദിസ് ഷോസ് ദാറ്റ് ഹി വാസ്, ഇത് പ്രകടിപ്പിക്കുന്നത് എന്താണ്, ഈ സെൻറ്റൻസ് നമുക്ക് അർത്ഥമാക്കി തരുന്നത് ഹി വാസ്, അവനായിരുന്നു എന്ത്, തോട്ട്ഫുൾ, നല്ല ചിന്തിക്കുന്ന ഒരു മകനായിരുന്നു. അല്ലെങ്കിൽ ഹാർഡ് വർക്കിംഗ്, കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു മകനാണെന്ന് എന്ത് ചെയ്യുന്നു, സൂചിപ്പിക്കുന്നു. പിന്നെ ലവിങ്, സ്നേഹിക്കുന്ന ഒരു കുട്ടിയാണെന്ന് സൂചന നൽകുന്നു. ഹോണസ്റ്റ്, നല്ല സത്യസന്ധനാണെന്ന് ഈ സെൻറ്റൻസ് നമുക്ക് അർത്ഥമാക്കി തരുന്നു. കൺസിഡറേറ്റ്, ശ്രദ്ധാലുവാണ്, മാതാപിതാക്കളുടെ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധാലുവാണെന്ന്, ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എന്ത് ചെയ്യുന്നു, ഇത് മനസ്സിലാക്കി തരുന്നു. ട്രസ്റ്റ് വർത്തി, വിശ്വസ്തനാണെന്ന് എന്ത് ചെയ്യുന്നു, സൂചിപ്പിക്കുന്നു. എഫിഷ്യൻറ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ കഴിവുള്ള, സാമർഥ്യനായ ഒരു കുട്ടിയാണെന്ന് എന്ത് ചെയ്യുന്നു, സൂചിപ്പിക്കുന്നു. കൈൻഡ്, വാത്സല്യമുള്ള കുട്ടിയാണെന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ ഇവിടെ നിന്നുള്ള ഏതൊക്കെയാണ് ശരി അതൊക്കെ എടുത്തെഴുതുക, യോജിക്കാത്തത് എന്ത് ചെയ്യുക, ഒഴിവാക്കുക. മനസ്സിലായല്ലോ? കൺസിഡറേറ്റ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധാലു ആവുക, മാതാപിതാക്കളുടെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധാലു ആണെന്ന് എന്ത് ചെയ്യുന്നു, അത് സൂചിപ്പിക്കുന്നു. ഇനി വർക്കിംഗ് വിത്ത് ദി ലാംഗ്വേജ്, രണ്ടാമത്തെ ഭാഗം. ദിസ് മെയ്ഡ് ടാറോ സാഡർ ദാൻ എവർ. ദിസ് റെഫേഴ്സ് ടു ദിസ് മെയ്ഡ് ടാറോ സാഡർ ദാൻ എവർ. സാഡോയെ എന്ത് ചെയ്യുന്നു, ഇത് കൂടുതൽ ദുഃഖത്തിലാക്കി, നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും കൂടുതൽ ദുഃഖത്തിലാക്കി. ഇത് സൂചിപ്പിക്കുന്നു, ദിസ് സൂചിപ്പിക്കുന്നു എന്തിലേക്ക്, എ സ്ട്രോങ് വിൻഡ് ദാറ്റ് ബിഗൺ ടു ബ്ലോ, നല്ല കൊടുങ്കാറ്റ് അടിച്ചു വീശാൻ
തുടങ്ങി എന്നതിലേക്കാണ് ദിസ് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ടാറോസ് ഫാദേഴ്സ് ഓൾഡ് ഏജ്, ടാരോയുടെ അച്ഛൻ വളരെ വാർദ്ധക്യകാലത്തിലാണെന്ന് എന്ത് ചെയ്യുന്നു, സൂചിപ്പിക്കുന്നു. അതുമല്ലെങ്കിൽ ടാറോസ് ഇനാബിലിറ്റി ടു ബൈ എക്സ്പെൻസീവ് ഫാവേ ഫോർ ഹിസ് ഫാദർ, ടാരോയുടെ കഴിവില്ലായ്മ, മനസ്സിലായോ? കഴിവില്ലായ്മ. എന്തിനിക്ക് കഴിവില്ലായ്മ? ടു ബൈ എക്സ്പെൻസീവ് ഫാവേ, കൂടുതൽ വിലപിടിപ്പുള്ള ആ ഫാവേ വാങ്ങാൻ ടാരോയിനിക്ക് കഴിയുന്നില്ല എന്നതിലേക്ക് സൂചിപ്പിക്കുന്നു. ആർക്ക് വേണ്ടി? ഫോർ ഹിസ് ഫാദർ, അവൻ്റെ അച്ഛനിക്ക് വേണ്ടി. മാർക്ക് ദി റൈറ്റ് ഐറ്റം, ശരിയായ ഐറ്റം എന്ത് ചെയ്യുക, എടുത്ത് എഴുതുക. ഇനി അതിൽ രണ്ടാമത്തത് ദിസ്, ഇത് സെഡ് ദി എംപറർ, രാജാവ് പറഞ്ഞു എത്രേ. എന്ത്? ദിസ് വാസ്, രാജാവ് പറഞ്ഞു എന്ത്? ദിസ് വാസ്, ഇതാണ്. എന്തിനിക്ക്? ടു എൻകറേജ് ഓൾ ചിൽഡ്രൻ, എല്ലാ കുട്ടികളെയും പ്രേരിപ്പിക്കാൻ വേണ്ടിയാകുന്നു. എന്തിനിക്ക് പ്രേരണ നൽകാൻ? ടു ഹോണർ ആൻഡ് ഒബേ ദെയർ പാരൻസ്, അവരുടെ മാതാപിതാക്കളെ ബഹുമാനിക്കാനും ആദരിക്കാനും പ്രേരിപ്പിക്കാൻ വേണ്ടിയാണ് ഇത് എന്ന് രാജാവ് പറഞ്ഞു. ഇവിടെയുള്ള ദിസ്, അത് സൂചിപ്പിക്കുന്നു എന്തിലേക്ക്? ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫൗണ്ടൈൻ ഇൻ ദി സിറ്റി, ആ പട്ടണത്തിലുള്ള ഏറ്റവും മനോഹരമായ നീരുറവയാണ്, അരുവി എന്നതിലേക്ക് എന്ത് ചെയ്യുന്നു, അത് ആ ദിസ് സൂചിപ്പിക്കുന്നു. അതല്ലെങ്കിൽ റിവാർഡിങ് ടാറോയ്ക്ക് എന്ത് ചെയ്യുന്നു, അവാർഡ് നൽകുന്നു. വിത്ത് എന്ത് അവാർഡാണ് നൽകുന്നത്? വിത്ത് ഗോൾഡ്, സ്വർണത്താലുള്ള അവാർഡ്. ആൻഡ് ഗിവിങ് ദി ഫൗണ്ടൈൻ ഹിസ് നെയിം, ആ നീരുറവയ്ക്ക് എന്ത് ചെയ്യുന്നു, ആ ടാറോയുടെ പേര് നൽകുകയും ചെയ്യുന്നു എന്നതിലേക്കാണ് ആ ദിസ് സൂചിപ്പിക്കുന്നത്. അല്ലെങ്കിൽ സെൻഡിങ് ഫോർ ടാറോ ടു ഹിയർ ഹിസ് സ്റ്റോറി, ടാറോയുടെ കഥ കേൾക്കാൻ വേണ്ടി, ടാറോയെ ക്ഷണിക്കാൻ വേണ്ടി ആളുകളെ അയക്കുന്നു. അപ്പോൾ ഇതിലൊക്കെ ശരിയായത് എടുത്ത് എഴുതുക. ഇനി അറേഞ്ച് ദി below in the place that are rhyme. പ്രാസം ഒത്തുവരുന്ന താഴെ കൊടുത്തിരിക്കുന്ന ബോക്സിലുള്ള പ്രാസം ഒത്തുവരുന്ന വേർഡ്സുകൾ എന്ത് ചെയ്യുക, അറേഞ്ച് ചെയ്യുക, രണ്ടിനെയും ഒരുമിച്ച് വെക്കുക. മനസ്സിലായി? എക്സാമ്പിൾ, ഉദാഹരണം എങ്ങനെ വെക്കണം? യങ്, മണി, സണി. മനസ്സിലായോ? അപ്പോൾ ഇവിടെയൊക്കെ എന്തായിരുന്നു? അവസാനം പ്രാസം ഒത്തുവരുന്നുണ്ട്. യങ്, നമുക്കിനി ബാക്കി നോക്കാം. യങ്, യുവാവ്. പിന്നെ വാക്സ്, മെഴുക്. വേ, വഴി. സാഡ്, ദുഃഖം. കുഡ്, സാധിച്ചു. സ്റ്റോപ്പ്, നിർത്തുക. മണി, പൈസ. ബാഡ്, മോശമായത്. സണി, നല്ല സൂര്യനുള്ള, നല്ല സൂര്യപ്രകാശമുള്ള, നല്ല വെയിലുള്ള. ചോപ്പ്, വെട്ടിമാറ്റുക. സൗണ്ട്, ശബ്ദം. ഫാസ്റ്റ്, വേഗത. ലങ്, നമ്മുടെ ശ്വാസകോശം. പിനാക്സ്, മഴു, കോടാലി. റൗണ്ട്, വട്ടം. ലാസ്റ്റ്, അവസാനം. വുഡ്, മരം. ഡേ, ദിവസം. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ആ വേർഡ്സുകളൊക്കെ എന്ത് ചെയ്യുക, പ്രാസം ഒപ്പിച്ച് നേരത്തെ കൊടുത്ത ഉദാഹരണം പോലെ എഴുതുക. ഇനി നാലാമത്തത് ഫില്ലിംഗ് ദി വിത്ത് ദി വേർഡ്സ് ഫ്രം ദി, താഴെ കൊടുത്തിരിക്കുന്ന ആ കോളത്തിൽ നിന്ന് എടുത്ത് ആ വേർഡ്സുകൾ എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന ആ പാഠഭാഗങ്ങൾ എന്ത് ചെയ്യുക, പൂരിപ്പിക്കുക. കഥ പൂരിപ്പിക്കുക, പൂർത്തിയാക്കുക. അതിൻ്റെ അർത്ഥമൊന്നും ആർക്കും പറഞ്ഞു തരേണ്ട എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. കാരണം പാഠഭാഗങ്ങൾ പഠിച്ച ആർക്കും അത് പെട്ടെന്ന് എന്ത് ചെയ്യാം, പൂർത്തിയാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ ലോൺലി, ലിറ്റിൽ, ഹാർഡ്, യങ്, തോട്ട്ഫുൾ, ഡെലിഷ്യസ്, ബ്യൂട്ടിഫുൾ. എ ഡാഷ് വുഡ് കട്ടർ ലിവ്ഡ് ഓൺ എ ഡാഷ് ഹിൽസൈഡ്. ഹി വാസ് എ ഡാഷ് സൺ who worked dash but earned dash money. One day he saw a dash waterfall hidden behind a rock. He tasted the water
ആൻഡ് ഫൗണ്ട് ഇറ്റ് ഡാഷ്. അപ്പോൾ ഇതെന്ത് ചെയ്യുക, നല്ല പൂർത്തിയാക്കി എഴുതുക.